ശ്ലീഹാകാലം 5-ാം ഞായർ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 22 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തെ എങ്ങനെ ഒറ്റ വാക്കിൽ ചുരുക്കി എഴുതാം? ദൈവപരിപാലന എന്ന ഒറ്റ വാക്കിൽ. എല്ലാറ്റിനെയും പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന ഉൾക്കാഴ്ചയാണ് എന്നും എവിടെയും എല്ലാറ്റിനും ഏറ്റുപറയേണ്ട വിശ്വാസ സത്യമായി കർത്താവ് നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. അതൊരു ഉൾക്കാഴ്ചയാണ്, ഏവർക്കും നേടിയെടുക്കാവുന്ന ഒരു ഉൾക്കാഴ്ച. ഈ ഉൾക്കാഴ്ച നേടുവാൻ നമ്മൾ പ്രകൃതിയെ നിരീക്ഷിക്കണം. പ്രകൃതിയാണ് നമുക്ക് പാഠപുസ്തകം. പ്രകൃതിയാണ് തനിമ നഷ്ടപ്പെടുത്താത്ത യാഥാർത്ഥ്യം. അതിനെ നിരീക്ഷിച്ചാൽ അതിലൊരു മാതൃസാന്നിധ്യവും പൃഥുസാന്നിധ്യവും നമുക്ക് കണ്ടെത്താനാകും. പരിപാലനയുടെ ഒരു അദൃശ്യ സാന്നിധ്യം അനുഭവിക്കുന്ന ജീവജാലങ്ങൾക്ക് ഉത്കണ്ഠയോ ആകുലതയോ ആകാംക്ഷയോ ഇല്ല. അവ അവയുടെ തനിമയിൽ ജീവിക്കുന്നു. ജീവിതത്തിന് ഒരു സൗന്ദര്യവും തന്തുലനാവസ്ഥയും ഉണ്ട്. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ രത്നച്ചുരുക്കം. എന്താണ് ജീവൻ്റെയും ജീവിതത്തിൻ്റെയും തനിമയെന്ന് പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്നു. ജീവൻ ഏറ്റവും ആത്യന്തികമായ, എല്ലാറ്റിലും അന്തർലീനമായ അറിവും അനുഭവവുമാണ്. അത് ഒന്നാമതായി ഒരറിവാണ്. ഒന്നും ഒറ്റയ്ക്കല്ല, ഒന്നും തനിച്ചല്ല എന്ന അറിവ്. എല്ലാറ്റിനെയും കൂട്ടിയോജിപ്പിക്കുന്ന, എല്ലാറ്റിനെയും സംരക്ഷിക്കുന്ന അദൃശ്യമായ ഒരു സാന്നിധ്യമുണ്ടെന്നുള്ള അറിവാണത്. രണ്ടാമതായി ജീവൻ അറിവിനോടൊപ്പം ഒരനുഭവമാണ്. ഈ അനുഭവമാണ് ജീവനെ ജീവിതമാക്കുന്നത്. അതിനൊരു സൗന്ദര്യമുണ്ട്. സുന്ദരമാണ് ജീവിതം. സൗന്ദര്യാനുഭവത്തിൽ ആത്മാഭിമാനവുമുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും അവയുടേതായ ആത്മാഭിമാനമുണ്ട്. അടിമയായി അവ സ്വയം കരുതുന്നുമില്ല. അത് സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം കൂടിയാണ്. ആകാശപ്പറവുകൾ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. വിശാലതയിലേക്ക് തുറന്നുവിടപ്പെട്ട ഒന്നാണ് അവയുടെ ജീവിതം. എവിടെയും അതിന് വീടാണ്, എവിടെയും അതിന് കളപ്പുരയുണ്ട്. തേടി കണ്ടുപിടിക്കണമെന്ന് മാത്രം. തേടാനുള്ള ഉൾപ്രേരണയും അതിൽ നിക്ഷിപ്തമാണ്. ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് നാം അതിന് പേരിട്ടു. എന്നാൽ അത് അവയിൽ നിക്ഷിപ്തമായ ഒരു അറിവാണ്. ആ അറിവ് എത്തിനിൽക്കുന്നത് സൃഷ്ടാവും പരിപാലകനുമായ ദൈവത്തിലാണ്. പ്രകൃതി എന്നാണ് ദൈവത്തെ അവ മനസ്സിലാക്കുന്നത്. അത് മാതാവ് കൂടിയാണ്. ഈ മാതൃസാന്നിധ്യമാണ് അവയുടെ ദൈവാനുഭവം. മണ്ണിൽ വേരുപാകി അതിൽ വളരുന്ന ലില്ലികൾക്കും ഇതര ചെടികൾക്കും ഫലവൃക്ഷങ്ങൾക്കും ഒരു കഥ പറയാനുണ്ട്. അവ ആരാലോ നിരന്തരം അണിയിച്ചൊരുക്കപ്പെടുന്നു. അവ എപ്പോഴും നിറസൗന്ദര്യത്തിലാണ്. ആകാരഭംഗിയും മൃദുലതയും സൗന്ദര്യവും വഴി സൂര്യനെപ്പോലും അവയിലേക്ക് ആകർഷിക്കുന്നു. അവയെ അണിയിച്ചൊരുക്കുന്നത് ദൈവമാണെന്ന് അവയുടെ സൗന്ദര്യം വിളിച്ചറിയിക്കുന്നു. മണ്ണ് അവയ്ക്ക് അമ്മയാണ്. വിശാലമായ ആകാശത്തെ നോക്കിയാണ് അവ വളരുന്നതും പുഷ്പിക്കുന്നതും. അവയ്ക്ക് ജീവൻ അറിവാണ്, അപബോധമാണ്. ഓരോ പുൽക്കൊടിയും പൂക്കൾ വിരിക്കുന്നു, ഫലമണിയുന്നു. അവയുടെ ജീവിതം നൈമിഷികമാണെന്ന് അവയ്ക്കറിയാം. എന്നാൽ അതിലവയ്ക്ക് ഉത്കണ്ഠയില്ല. നൈമിഷികമായ ജീവിതം അവർ ജീവിച്ചാഘോഷിക്കുന്നു. മനുഷ്യന് അസൂയപ്പെടേണ്ട ഒരു ജീവിതത്തെ ഭാവനയിലൂടെ, കണ്ണുകളിലൂടെ ദർശിച്ച് കാവ്യാത്മകമായിട്ടാണ് കർത്താവ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലെ സദ്വാർത്ത നമ്മെ അറിയിക്കുന്നത്. ആകാശപ്പറവുകളെയും വയലിലെ ലില്ലികളെയും പ്രകാശിതമായ കണ്ണുകളോടെ നോക്കിക്കാണാനാണ് അവിടുന്ന് നമ്മെ ക്ഷണിക്കുന്നത്. അവയുടെ ജീവിതത്തിൽ നിന്നും മനുഷ്യനൊരു പാഠം പഠിക്കണം. അത് ദൈവപരിപാലന എന്ന പാഠമാണ്. അത് ദൈവപരിപാലന എന്നൊരു അനുഭവ പാഠമാണ്. ദൈവപരിപാലന അനുഭവിക്കുന്നവർക്ക് ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയില്ല. ആ ഉത്കണ്ഠയുള്ളവരാണ് ഈ ലോകത്തിൽ നാളേക്ക് വേണ്ടി കലവറയും കളപ്പുരയും നിർമ്മിക്കുന്നത്. അവർ തനിച്ചാണ് ഭാവിയെ കെട്ടിപ്പടുത്തുവാനും ഭാവി സുരക്ഷിതമാക്കുവാനും പരിശ്രമിക്കുന്നത്. അതിനാൽ അവർ മുകളിൽ നിന്നും ചൊരിയപ്പെടുന്നതും ചുറ്റും നിറഞ്ഞു നിൽക്കുന്നതുമായ പരിപാലനയെ കാണുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല. ദൈവപരിപാലന അംഗീകരിക്കാത്തവർ നിരീശ്വരവാദികളാണ്. സമയത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഒഴുക്കിനെതിരെ സമരസപ്പെടാതെ നിരന്തരം അവർ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സമ്പാദിച്ചു വയ്ക്കുന്നതും സ്വരുക്കൂട്ടലും ഉത്കണ്ഠയിൽ നിന്നാണ് ഉരുത്തിരിയുന്നത്. സമ്പാദിക്കും തോറും
ആവശ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കും, ആർത്തി വർദ്ധിച്ചുകൊണ്ടിരിക്കും. അത് ജീവിതത്തെ മുന്നിലേക്കും പിന്നിലേക്കും വലിച്ചിഴയ്ക്കും. അങ്ങനെ ജീവിതം നിരന്തരം പിരിമുറുക്കത്തിൽ ആയിരിക്കും. അതിനാലാണ് ഈശോ നമ്മെ ഉപദേശിക്കുന്നത്, എന്ത് ഭക്ഷിക്കുമെന്ന ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന ശരീരത്തെക്കുറിച്ചോ ഉത്കണ്ഠാകുലരാകേണ്ട എന്ന്. ഭക്ഷണവും വസ്ത്രവും എന്ന രണ്ട് സംശയങ്ങൾക്ക് പിന്നിൽ എല്ലാമുണ്ട്. ആവശ്യമായ സാധനങ്ങളും സംവിധാനങ്ങളും, അതുപോലെ ആഡംബര വസ്തുക്കളും സംവിധാനങ്ങളും. അവയ്ക്ക് മധ്യത്തിലാണ് മനുഷ്യജീവിതം കുടുങ്ങിക്കിടക്കുന്നത്. ശരീരബദ്ധമായ ജീവന്റെ അനുഭവത്തിൽ എല്ലാം ഒതുക്കുവാനും ഉൾക്കൊള്ളുവാനുമാണ് മനുഷ്യൻ പരിശ്രമിക്കുന്നത്. അതിൽ നിന്നും മനുഷ്യ മനസ്സിനെ പുറത്തു കൊണ്ടുവരുവാൻ കർത്താവ് ത്വാത്വികമായ ഉൾക്കാഴ്ച പങ്കുവയ്ക്കുകയാണ്. ജീവൻ എന്നത് ശരീരബന്ധമായ ഒന്ന് മാത്രമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഭക്ഷണം കൊണ്ട് മാത്രം ശരീരത്തെയും ജീവനെയും നിലനിർത്താമായിരുന്നു. ജീവനും ജീവിതത്തിനും അതിനതീതമായ ഒരു തനിമയുണ്ട്. ജീവൻ ആത്യന്തികമായി നിലനിൽക്കുന്നത് അതിൻ്റെ ഉറവിടമായ ദൈവത്തിനാണ്. അതിനെ ദൈവം പരിപാലിച്ചുകൊള്ളും. ഭക്ഷണം കൊണ്ട് മാത്രമല്ല അത് നിലനിൽക്കുന്നത്. ഭക്ഷണത്തേക്കാൾ വചനമാണ് അതിനെ നിലനിർത്തുന്നതെന്ന് അവിടുന്ന് പലപ്പോഴായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ശരീരത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ മനോഭാവവും പുതിയൊരു കാഴ്ചപ്പാടിൽ തിരുത്തപ്പെടേണ്ടതാണ്. ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ ശരീരത്തിന് തനതായ പൂർണ്ണതയും തനിമയുമുണ്ട്. ബാഹ്യമായ അലങ്കാരവും ആഡംബരവും ശരീരത്തിൻ്റെ തനിമ മറച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നതിന് പകരം അത് വ്യക്തമാക്കാനാണ് വിവസ്ത്രരായ ആകാശപ്പറവുകളെക്കുറിച്ചും വയലിലെ ലില്ലികളെക്കുറിച്ചും കർത്താവ് പറയുന്നത്. നമ്മുടെ വളർത്തുമൃഗങ്ങൾ വിവസ്ത്രരാണെങ്കിലും അവയുടെ സൗന്ദര്യമല്ലേ നമ്മൾ ദർശിക്കുന്നത്. ചിത്രശലഭവും വയലിലെ ലില്ലിപ്പൂവും ഒരേപോലെ അലങ്കൃതരാണ്. മനുഷ്യനൊഴിച്ചുള്ള ജീവജാലങ്ങളെല്ലാം അവയുടെ തനിമയും സ്വാതന്ത്ര്യവും ഉത്കണ്ഠാരഹിതമായ ചലനാത്മകതയും നിരന്തരം പ്രകടമാക്കുന്നു. ഈ സത്യങ്ങളൊക്കെ കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഏറ്റവും ക്രിയാത്മകമായ മനോഭാവം പോസിറ്റീവ് തിങ്കിങ് ആണ്. കർത്താവ് ഈശോ മിശിഹാ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മിലിത് സൃഷ്ടിക്കുവാൻ വചനം ഉപമാരൂപത്തിൽ ആവിഷ്കരിക്കുകയാണ്. ശുഭാപ്തി വിശ്വാസം എന്നാണ് പോസിറ്റീവ് തിങ്കിങ് എന്ന വാക്പ്രയോഗത്തിൻ്റെ അർത്ഥം. എല്ലാ നിഷേധാത്മകതയെയും ആത്യന്തികമായി അതിജീവിക്കണമെന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പിന്നിലെ ഉൾക്കാഴ്ചയും മനോഭാവവും. അതിനെ ദൈവപരിപാലന എന്ന് പരാവർത്തനം ചെയ്യാം. പരിപാലനയ്ക്ക് പിന്നിൽ സ്നേഹമുണ്ട്, സംരക്ഷണമുണ്ട്, മുൻകൂട്ടിയുള്ള അറിവുണ്ട്. ഈ മനോഭാവം ഉള്ളവരെ പിതാവെന്നും മാതാവെന്നും വിളിക്കാം. പിതാവെന്ന പേരിൽ കർത്താവ് മാതൃത്വത്തെയും ഉൾക്കൊള്ളിക്കുന്നുണ്ട്. പിടക്കോഴിയെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചുമുള്ള ഉപമയിലൂടെ അവിടുന്ന് അത് വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമുണ്ടെന്ന് നിങ്ങളുടെ പിതാവിനറിയാം എന്ന കർത്താവിൻ്റെ വാക്കുകളിൽ ആഴമായ ഒരു ദൈവിക വെളിപാടുണ്ട്. മനുഷ്യജീവിതത്തിൻ്റെ പൂർണ്ണത അതിൻ്റെ ദൈർഘ്യത്തിൽ മാത്രമല്ല അളന്ന് തിട്ടപ്പെടുത്തേണ്ടതെന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. മനുഷ്യജീവിതം വയലിലെ പുൽക്കൊടിക്ക് തുല്യമാണ്. ലോകജീവിതം കടന്നു പോകുന്നതാണ്. എന്നാൽ യഥാർത്ഥ ജീവൻ കടന്നുപോകലിനെ അതിജീവിക്കുന്നു. കർത്താവിൻ്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ നിത്യതയുടെ വിത്തുപാകുന്നില്ലേ? അവിടുത്തെ വാക്കുകളിൽ ജീവനും സത്യവും കണ്ടെത്തുമ്പോഴാണ് ഇന്നത്തെ സുവിശേഷത്തെ ജീവൻ പുഷ്പിച്ചു നിൽക്കുന്ന വയലായി കാണുവാനുള്ള ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുന്നത്. അത് വിളഞ്ഞു കിടക്കുന്ന വയലായി കൂടി കാണുവാൻ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷം ഉപമകളുടെ ഒരു സമാഹാരമാണ്. ഉപമകൾ പഠന വിഷയമാക്കി തലമുറകളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവ പഴഞ്ചൊല്ലുകളാകും. പുതുമ നഷ്ടപ്പെടുത്താത്തതാണ് പഴഞ്ചൊല്ലുകൾ. അവയെ ഉൾക്കാഴ്ചയായി സ്വീകരിക്കുന്നവരുടെ നാവുകളിൽ അവയുണ്ട്. എന്തൊക്കെയാണ് ഇന്നത്തെ ഈ പഴഞ്ചൊല്ലുകൾ? 1. ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. 2. ആകാശപ്പറവുകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നുമില്ല, കലവറയോ കളപ്പുരയോ അവയ്ക്കില്ല, എങ്കിലും ദൈവം അവയെ പോറ്റുന്നു. 3. ഉത്കണ്ഠാകുലരാകുന്നതുകൊണ്ട് ആയുസ്സിൻ്റെ ഒരു വിനാഴിക കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും? 4.
ലില്ലികളെ നോക്കുവിൻ, സോളമൻ പോലും അവൻ്റെ സർവ്വമഹത്വത്തിലും അവയിലൊന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. 5. കീറിപ്പോകാത്ത പണസഞ്ചികൾ ഉണ്ടാക്കുവിൻ, സ്വർഗത്തിലൊടുങ്ങാത്ത നിക്ഷേപവും. 6. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. ഈ ആപ്തവാക്യങ്ങൾ ഉപമകളായി സമാഹരിക്കുമ്പോൾ ഇന്നത്തെ സുവിശേഷ വിശകലനവും ഇവിടെ സമാഹരിക്കപ്പെടുകയാണ്. ഏവരെയും ഈ ഉൾക്കാഴ്ചയിലേക്ക് കർത്താവ് തന്നെ നയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഞായറാഴ്ചയുടെ അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു. ഫാദർ ജെയിംസ് പുറത്തായി, CST.